بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر كلا لا وزر إلى ربك يومئذ المستقر. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, ശ്രീ പുരുഷോത്തമ മാഷെ, അതേപോലെ ഗോപിയേട്ടൻ, രവീന്ദ്രൻ സാറ്, നമ്മുടെ ഉസ്താദ് എന്നൊക്കെയുള്ള പറയാം, ബഹുമാനപ്പെട്ട ശ്രീ മുജാഹിദ് ബാലുശ്ശേരി അവർകളെ, മറ്റെല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഉയരം പോലെ തന്നെ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എൻ്റെ ആകാശേത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഒരു ശ്ലോകമാണത്. അത് മലയാളത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആകാശേത് പതിതം തോയം, ആകാശത്തിൽ നിന്നും പതിക്കുന്ന ജലഗണങ്ങൾ. തോയം എന്നുള്ള സംസ്കൃത ശ്ലോകമാണ്. യഥാ ഗച്ഛതി സാഗരം, എപ്രകാരമാണോ സാഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്, പല കൈവഴികളും കുളങ്ങളും തോടുകളും അരുവികളും നദികളും എല്ലാമായി അവസാനം അത് സാഗരത്തിൽ കടലിൽ എത്തിച്ചേരുന്നു. അതേപോലെ സർവദേവ നമസ്കാരം, ഏത് ദേവനെ ആരാധിച്ചാലും ആരെ ആരാധിച്ചാലും അവസാനം നെന്നിൽ എത്തിച്ചേരുന്നു എന്ന് നമ്മുടെ വേദങ്ങളിൽ പറയുന്നു. ഞാൻ കുറച്ച് സമയം കൂടുതൽ വേണമെന്ന് നമ്മുടെ മാഷോട് പറഞ്ഞിരുന്നു. ആദ്യമായി എനിക്ക് ഈ വേദി തന്നതിലും നിങ്ങളുടെയൊക്കെ അഭിമുഖീകരിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. കാരണം വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. എനിക്കും കുറച്ച് അല്പം പറയാനുണ്ട്. ഒരു പക്ഷേ എന്നിൽ നിന്ന് ഒരു വിയോജിപ്പിൻ്റെ സ്വരമുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. ഞാൻ അതിന് മറുപടി കേൾക്കാൻ തയ്യാറാണ്. ഞാൻ വിയോജിപ്പിന് വേണ്ടി പറയാൻ വേണ്ടി വന്നതല്ല. മാനവ സൗഹാർദ്ദം എന്ന ആ മഹത്തായ സന്ദേശത്തിൽ എൻ്റെ വാക്കും ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ സന്തോഷത്തോടു കൂടി ഈ ക്ഷണം സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞു ആ ശ്ലോകത്തെക്കുറിച്ച്. ഇത് ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച്, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ആണ്. നമുക്കറിയാം, ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പരിപാടി ഈ കാവിലക്കാട് ഇങ്ങനെ നടത്തുന്നത് ഇത് ഭാരതമായതുകൊണ്ട് മാത്രമാണ്. ഇത് മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇരുന്ന് ഇതേപോലെ എല്ലാവരും വന്ന് ഇതേപോലുള്ളൊരു മറ്റൊരു സമ്മേളനം സംഘടിപ്പിക്കുകയോ അതിലിതേപോലെ വാദപ്രതിവാദങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ഏത് രീതിയിലോ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് ഭാരതത്തിൻ്റെ ഈ സംസ്കാരം ഉള്ളത് കൊണ്ട്, ഇവിടെ ജനാധിപത്യമുള്ളത് കൊണ്ട് മാത്രമാണ്. അതാണ് സത്യം. ആ സംസ്കാരം, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ രണ്ട് വാക്ക് പറയുന്നത്. ഭാരതീയ സംസ്കാരം. ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരം തന്നെയാണ്. പക്ഷേ അതിന് ഹിന്ദു എന്ന പേര് നൽകിയത് ഇവിടുത്തെ ആളുകളൊന്നല്ല. ഒരു കണക്കിന് പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികളാണ് ഹിന്ദു എന്ന പേര് നൽകിയത്. സിന്ധു നദീതടത്തിൽ താമസിക്കുന്ന ആളുകൾ ഹിന്ദുക്കൾ എന്ന പേര് അറബികളായിരുന്ന കച്ചവടക്കാരായിരുന്നു ഹിന്ദു എന്ന് വിളിച്ചത്. ഇപ്പോഴും വിദേശത്തൊക്കെ പോകുന്ന ഇന്ത്യക്കാരെ നീ ഹിന്ദു ആണോ എന്ന് ചോദിക്കും. ഹിന്ദ് എന്ന് എനിക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യയിലെ ഇതിൻ്റെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നാണ്. അപ്പോൾ
ആ സംസ്കാരത്തിൻ്റെ ആ ഭാഗമായിട്ടാണ് നമ്മളിരിക്കുന്നത്. ഈ സംസ്കാരത്തിൽ തന്നെയാണ്, ഈ സംസ്കാരത്തിൽ നിന്നുണ്ടായ വാക്ക് തന്നെയാണ് നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കെല്ലാവരും കേട്ടുള്ള പോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുന്നിൽ വയ്ക്കുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇത് ഭാരതത്തിൻ്റെ തന്നെ അമൂല്യമായ വേദങ്ങൾ തന്നെ ആദ്യമായി പറയുന്നതാണ് അദ്വൈതം എന്ന വാക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടല്ലാത്തത് അദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാണ്. രണ്ടല്ലാത്ത ഒന്ന്, ഒന്നാണ്. ഈശ്വരൻ ഒന്നാണ്, ദൈവം ഒന്നാണ്. അതിന് നമ്മൾ വിവിധ പേരുകൾ പറയുന്നു. ചിലർ ദൈവം എന്ന് പറയുന്നു, ചിലർ ഈശ്വരൻ എന്ന് പറയുന്നു. നമ്മൾ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നു, തമിഴിൽ കടുവൾ എന്ന് പറയുന്നു. പല പേരുകളിൽ പല രീതിയിൽ നമ്മൾ പറയുന്നു. ഒരേ ഒരു ശക്തിയാണ്, പ്രപഞ്ചശക്തി. ഇത് മതങ്ങൾ പറഞ്ഞതുകൊണ്ടോ വേദങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, സയൻസും പറയുന്നത് അതാണ്. സയൻസ് പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. ഈ ശക്തി ആണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. സമയാസമയങ്ങളിൽ മഴ പെയ്യുന്നതും കാറ്റ് വരുന്നതും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും ഇലകളിലും പൂക്കളിലും മധുവും മണവും നിറയ്ക്കുന്നതും നദികൾ ഒഴുകുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. അത് ഈ ഭൂമിയെ നിയന്ത്രിച്ച് നിൽക്കുന്നത്. കോടാനുകോടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സർവ്വചരാചരങ്ങളെയും എത്രയോ കോടിക്കണക്കിനുള്ള സർവ്വചരാചരങ്ങളിലൊക്കെ ജീവൻ നിലനിർത്തിയത്. ചരാചരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ഇല്ലാത്തതും ഇതിനൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. അത് അദൃശ്യമായ ശക്തിയാണ്. ആ അദൃശ്യമായ ശക്തി തന്നെയാണ് നമ്മളെല്ലാവരും വിവിധ പേരുകളിൽ പറയുന്നത്. ഇത് സയൻസും പറയുന്നത്. ഈ സയൻസ് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ് ഹിന്ദുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ ആദ്യമേ പറഞ്ഞത്. നമുക്ക് സയൻസ് വരെ നോക്കാം. നമ്മളെല്ലാവരും ഉള്ളത് ഒരേ രക്തമാണ്, ഒരേ മാംസമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിലുപരി സയൻസ് പരമായിട്ട് നോക്കിയാലും നമ്മളുടെയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഈ വസ്തുക്കൾ രൂപപ്പെട്ടിരിക്കുന്നത് പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഈ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ ചേർന്നതാണ് പദാർത്ഥം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ തന്മാത്രയുടെ കുറച്ചും കൂടി ചെറിയ ഭാഗമാണ് ന്യൂക്ലിയസ്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ചേർന്ന് അതിന് ചുറ്റുമുള്ള കാന്തിക വലയം. ഇതുകൊണ്ടാണ് എല്ലാ മനുഷ്യനും മൃഗങ്ങളും ഭൂമിയിലെ മുഴുവൻ സർവ്വചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിനും എല്ലാറ്റിനുണ്ട്. എന്നെ തല്ലിക്കൊന്ന് എൻ്റെ കുറച്ച് ശരീരാവയവങ്ങൾ എടുത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്താൽ അതിലുണ്ടാവും ഈ തന്മാത്ര. നിങ്ങളിലുണ്ടാവും. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിലും പാഴ്സിലും ജൈനിലും ജൂതനിലും എല്ലാവരിലും ഒരേ തന്മാത്ര. ഇത് സയൻസ് പറയുന്നത് അത് തന്നെയാണ് ആദ്യമേ പറയുന്നത്. അതിനാണ് ഹിന്ദു അല്ലെ ഭാരതീയർ ബ്രഹ്മം എന്ന പേര് കൊടുത്തത്. ഈ ബ്രഹ്മം സംസ്കൃത വാക്കുകളുടെ ഇതിലേക്ക് പോയാൽ ഒരു ചെറിയ വാക്കിന് പോലും 1000 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് രൂപപ്പെടുത്തിയിട്ടാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നതിന് ഈശ്വരൻ എന്ന് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വളരെ പ്രസിദ്ധമായ ശ്ലോകമുണ്ട്. ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം പൂർണ്ണമതം, അത് പൂർണ്ണമാണ്. അതായത് ഈശ്വരൻ, അള്ളാഹു, ദൈവം, അദ്ദേഹം പൂർണ്ണനാണ്, സർവശക്തനാണ്, അദ്ദേഹത്തിലെല്ലാം ഉണ്ട്. ഇനി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്ന പൂർണ്ണമായ പെർഫെക്റ്റായ വളരെ നിറഞ്ഞു നിൽക്കുന്ന അതാണ് പൂർണ്ണമതം. അത് പൂർണ്ണമാണ്. പൂർണ്ണമിതം, ഇത് ഈ പ്രപഞ്ചം, നമ്മളെല്ലാം, ഈ സൃഷ്ടികളെല്ലാം പൂർണ്ണമാണ്. എല്ലാം അതിൽ നിന്നുണ്ട്, ഒരു അംശത്തിൽ നിന്നുണ്ടായത് തന്നെ. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, അതായത് പൂർണ്ണമായതിൽ നിന്നും മറ്റൊരു പൂർണ്ണമായ രൂപം ഉണ്ടാവുന്നു. നമ്മളിൽ നിന്ന് നമ്മുടെ അംശമുള്ള നമ്മുടെ മക്കൾ ഉണ്ടാവുന്നത് പോലെ, ഒരു പൂവിൻ്റെ വിത്തിൽ നിന്നും അത് വളർന്ന് വീണ്ടും മറ്റൊരു പൂവാവുന്നത് പോലെ, ഒരു ആൽമരത്തിൻ്റെ ചെറിയ വിത്തിൽ നിന്നും ഒരു വലിയ ആൽമരം രൂപപ്പെടുന്നത് പോലെ തന്നെ ആ ആൽമരത്തിൽ നിന്ന് വീണ്ടും ആലുണ്ടാവുന്നത് പോലെ ദൈവത്തിൻ്റെ അംശമായ നമ്മളിൽ നിന്നും നമ്മളിലും ദൈവമായ കാര്യങ്ങളുണ്ട്. ഹിന്ദുവിലും മുസ്ലിമിലും പ്രകൃതിയിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട്. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്നത്. അത് അവസാനം എന്നിട്ടും പൂർണ്ണമായി. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് നിൽക്കും. ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല. അല്ലെ ഈ പ്രപഞ്ചത്തിലെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, ശക്തിയെ രൂപം മാറ്റാനേ പറ്റുകയുള്ളൂ, നശിപ്പിക്കാൻ പറ്റില്ല. ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. കാന്തിക ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കാനും വൈദ്യുതോർജ്ജത്തെ മറ്റു രൂപത്തിലാക്കാനും നമുക്ക് സാധിക്കാം. നമ്മളറിയാം ബൾബുകളും ഫാനിൻ്റെയും യന്ത്രങ്ങളുടെ ഒക്കെ. പക്ഷേ അതില്ലാതാക്കാൻ സാധിക്കില്ല. ഇതേപോലെ അതാണ് ഈ ഊർജം, എനർജി എന്ന് പറയുന്നതാണ് ഈശ്വരൻ. ഇതിന് തേടുന്നതാണ് മതങ്ങളുടെ
ഈ എനർജിയെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഉപാസന സമ്പ്രദായമാണ് മതങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ് ഭാരതത്തിലും പറയുന്നത്. ഈ ഇന്ന് ഏറ്റവും അവസാനം സയൻസ് പറയുന്നത് അത് തന്നെയാണ്. അത് തന്നെയാണ് ഉപനിഷത്തുകളും പറഞ്ഞത്. ഈ ലഘുലേഖലുണ്ട് ഈശോവാശ്യമിതം എന്ന് പറഞ്ഞിട്ട്, ഈശോവാശ്യം ഉപനിഷത്തിലും പറയുന്നത് അത് തന്നെ. ഈശോവാശ്യമിതം സർവം, ഈശ്വരൻ വസിക്കുന്നതാണ് ഈ ഭൂമിയിൽ സർവം നിന്ന്. അപ്പോൾ ഈ ഒരു ദർശനം ഇത് ഭാരതത്തിൻ്റെതാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, ഭാരതീയ കാലഗണന പ്രകാരം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇത് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. 5100 വർഷത്തെ ലഭ്യമായ കണക്കുകൾ, ശാസ്ത്രീയമായ കണക്കുകൾ ഈ ഭാരതത്തിലുണ്ട്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, ആയിരക്കണക്കിന് വർഷങ്ങൾ ചേർന്ന യുഗങ്ങളും യുഗങ്ങൾക്കപ്പുറം ലക്ഷക്കണക്കിന് വർഷങ്ങൾ ചേർന്ന മന്വന്തരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നൊക്കെ പറയുന്നത് ധാരാളം യുഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൂടെ രൂപപ്പെടുത്തി വന്ന ആ ചിന്താ പദ്ധതികൾ, അനുഭവിച്ചറിഞ്ഞ ചിന്താ പദ്ധതികളാണ് ഇതിനുള്ളത്. ഈ ഭാരതത്തിൻ്റെ ഈ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം ലോകത്തിലുള്ള മുഴുവൻ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ്, അതുള്ളത് കൊണ്ടാണ് ഈ ഭാരതം ഇന്ന് നിലനിൽക്കുന്നത്. ഇതേപോലെ ഭാരതീയ സംസ്കാരമുള്ള, ഇതേപോലെ സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. നമുക്കറിയാം, റോമ സംസ്കാരം ഇല്ല, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടാമിയ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഓരോ സംസ്കാരത്തെക്കുറിച്ചിട്ട്. ഇന്ന് അതൊന്നും ഇല്ല. അതൊക്കെ മ്യൂസിയങ്ങളിലാണ്, മമ്മികളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, പിരമിഡുകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ജീവനുള്ള സംസ്കാരം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഭാരതീയ സംസ്കാരമാണ്. ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൻ്റെ ഹിന്ദു മതം അതൊരു മതം എന്നല്ല. മതം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഭിപ്രായം എന്നാണ്. എനിക്ക് ദൈവത്തെക്കുറിച്ചിട്ട്, ആരാധന രീതികളെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം. അത് ആർക്കുമാകാം. അതൊരു ടൂത്ത് പേസ്റ്റ് ബ്രഷ് പോലെയാണ്. എൻ്റെ മതത്തിൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ ചെയ്തു, അത് മറ്റൊരാൾ കൈകടത്താൻ പാടില്ല, അത് തെറ്റുമാണ്, അത് ചെയ്യൂല. ഇതാണ് വിശാലമായ സംസ്കാരം, ഇതാണ് മതം. പക്ഷേ ഈ ഭാരതം എന്ന ധർമ്മം എന്നാണ്. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം എന്നാണ് പറയുക. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ നിഘണ്ടുവിൽ അതിൻ്റെ വാക്കിന് അത്ര വലിയ അർത്ഥമില്ല. കാരണം അത് അനുവചനീയമായൊരു വാദം. നമ്മളും ഉപയോഗിക്കണം എൻ്റെ ധർമ്മം, അത് സത്യം എന്ന് പറയുന്നത് ധർമ്മമാണ്, ആചരിക്കുന്നത് എല്ലാം ധർമ്മം. അതൊരു അനിർവചനീയമായൊരു വാക്കാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ഹിന്ദു ധർമ്മം. അപ്പോൾ നമുക്ക് ഈ ഹിന്ദു ധർമ്മം മുന്നോട്ട് വെക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം നേരത്തെയുള്ള എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മറ്റു മതങ്ങൾ എന്ന് പറഞ്ഞാൽ മതത്തെ കുറ്റപ്പറയല്ല, സെമിറ്റിക് മതം എന്ന രീതിയിലാണ് വൈദേശിക മതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളെ മുന്നിൽ തന്നെ പറഞ്ഞു, ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും മറ്റൊക്കെ പറയുമ്പോഴും സെമിറ്റിക് മതം എന്നാണ് പറയുക. പക്ഷെ ഹിന്ദു മതം എന്നല്ല, സംസ്കാരം, ധർമ്മം എന്നാണ് പറയാം. അവിടെ സെമിറ്റിക് മതങ്ങളിൽ ബഹുമാനപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം മറുപടി പറയുന്നുണ്ടാവും. സെമിറ്റിക് മതങ്ങളിൽ മനുഷ്യനെ മാത്രമേ കേന്ദ്രീകരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഭാരതീയ സംസ്കാരം സർവ്വചരാചരങ്ങളിലും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത് മണ്ണിനെയും വിണ്ണിനെയും തൂണിനെയും തുരുമ്പിനെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുതൽ നദികളെയും കാടിനെയും തുളസിപ്പൂവിനെയും തുമ്പപ്പൂവിനെയും ആലിനെയും നദിയെയും പശുവിനെയും ഒക്കെ അമ്മയായിട്ടും മാതൃഭാവനെയും ഒക്കെ ആരാധിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ അത് ആവശ്യപ്പെടുകയാണ്. കാവുകളും ക്ഷേത്രങ്ങളും ഒക്കെ. ഈ പ്രകൃതി മനുഷ്യന് മാത്രമുള്ളതല്ല. ഇന്ന് നമുക്കറിയാം സയൻസിൻ്റെ അവസ്ഥ. ലോകം മുഴുവൻ മനുഷ്യൻ മാത്രം, മനുഷ്യൻ്റെ ഉപഭോഗ ചിന്ത കൊണ്ട് ലോകത്ത് വന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കും വരാം. ഞാൻ കുറച്ച് സമയം എടുക്കുമെന്ന് ബഹുമാനപ്പെട്ട റൌഫ് മാഷോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സംസ്കാരം, ഭാരത സംസ്കാരം മനുഷ്യ കേന്ദ്രീകൃതമല്ല. ഈ പ്രകൃതിയിലെ ഓരോ മണ്ണിലും വിണ്ണിലും അതിന് പ്രാധാന്യമുണ്ട്. അതിനൊക്കെ ആരാധിച്ചിരുന്നു. ആരാധിക്കുന്ന അത് ദൈവമാണ്, ഈശ്വരനാണ് എന്ന് കണ്ടിട്ടൊന്നല്ല. അവരെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായിരുന്നു. നദികൾ ആരാധിച്ചിരുന്നു. ഗംഗയെ മാതാവായി കണ്ടിരുന്നു, ഭാരതപ്പുഴയെ മാതാവായി കണ്ടിരുന്നു. അതെന്തുകൊണ്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ലേ? നദികൾ മലിനപ്പെടുന്നു, ദാഹജലത്തിനായി നെട്ടോട്ടം ഓടുന്നു, കാവുകൾ വെട്ടി മാറ്റപ്പെടുന്നതിന് ചൂട് കൂടുന്നു, പ്രകൃതിയിൽ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നു, ആലും തുളസിയും ഒക്കെ ഇതിന് ഈ ഓസോൺ പാളിക്ക് ഓക്സിജൻ കൂടുതൽ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഋഷി വര്യന്മാർ വളരെ ശാസ്ത്രീയമായിട്ട് അവരുടെ മനസ്സിൽ മനനം ചെയ്ത് ചിന്തിച്ച ആ ജീവിത പദ്ധതിയാണ് ഹിന്ദു സംസ്കാരം എന്നുള്ളത്. അത് ഈ മറ്റേ ആരാധന സമ്പ്രദായം എന്തായിക്കോട്ടെ,
ആരെ ആരാധിച്ചോട്ടെ, പക്ഷേ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്, ചിലരത് ആചരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുറാനിൽ തന്നെ ഞാൻ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്, നമ്മുടെ ജന്മനാടിന് മറ്റെല്ലാറ്റിനെക്കാട്ടും പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ എവിടെയോ വായിച്ചതായി ഓർമ്മയുണ്ട്. ഇസ്ലാം ജന്മനാടിന് പ്രാധാന്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ ഇന്ന് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചിട്ടും ഹിന്ദു മതത്തെക്കുറിച്ചും ഞാൻ പറയുമ്പോൾ മറ്റു താരതമ്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്കറിയാം ഈ മതങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു അംശം അത് ഇസ്ലാമിൻ്റെ പ്രാമാണിത്യം, അല്ലെങ്കിൽ ഇതൊക്കെ ഇസ്ലാമാണ്, അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ആയാൽ മതിയോ എന്നൊരു ചിന്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മറുപടി പറയണം. അങ്ങനെ പറയുമ്പോഴും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പിന്നെ എല്ലാവരും അതല്ലേ നല്ലത്. ഒരു ദൈവം ഒരു തന്നെയാണ്. പക്ഷേ വൈവിധ്യങ്ങൾക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഒരു മഹത്തായ പൂന്തോട്ടത്തിൽ, ഒരു വലിയ പൂന്തോട്ടത്തിൽ വിവിധങ്ങളായ വർണ്ണത്തിലുള്ള, നിറത്തിലും മണത്തിലുമുള്ള പുഷ്പങ്ങൾ, സുഗന്ധങ്ങളായ പുഷ്പങ്ങൾ നമ്മളെല്ലാവരും ആസ്വദിക്കാറുണ്ട്. അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അത് പ്രകൃതിയിൽ നിലനിൽക്കണം. നമ്മളൊക്കെ വന്നിരിക്കേണ്ടത് വിവിധങ്ങളായ വസ്ത്രങ്ങളും വേഷങ്ങളും ധരിച്ചിട്ടാണ്. നമുക്ക് വീടുകളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ വിവിധങ്ങളായ രൂപങ്ങളും ആകൃതികളാണ്. ഒരേ യൂണിഫോമിറ്റി, ഒരേ വേഷം, ഒരേ ഭാഷ, ഒരേ രീതിയിലുള്ള ആരാധന സമ്പ്രദായം. ജനങ്ങളുടെ വൈവിധ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഈ പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ സൗന്ദര്യം അതാണ്. പ്രകൃതിയിൽ തന്നെ വിവിധങ്ങളായ ഉണ്ട്. എല്ലാം ഒരേപോലെയല്ല, ഒരേ വേഷത്തിൽ, ഒറ്റ യൂണിറ്റിൽ, ഒറ്റ യൂണിഫോമിൽ എല്ലാവരും. അത് പട്ടാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴും അവിടെ വ്യത്യസ്ത ചിന്തകളും കാഴ്ചപ്പാടുണ്ട്. അത് യുദ്ധസമയത്ത് യൂണിഫോമിലെ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ തന്നെ എന്നെ പോലെയല്ല എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ. നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തിലൊക്കെ വ്യത്യസ്തമായ ചിന്താഗതിയും കാഴ്ചപ്പാടും അഭിരുചിയുള്ളതാണ്. എല്ലാവർക്കും ഒരേ മണമല്ല ഇഷ്ടം, എല്ലാവർക്കും ഒരേ നിറമല്ല ഇഷ്ടം, സംഗീതം, ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വ്യത്യസ്തത, വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലൊക്കെ ഒരേ സത്യമാണ് നിലനിൽക്കുന്നത്. ഒരു മനോഹരമായ പൂമാലയുടെ ഉള്ളിലൂടെ ഒരു നൂല്, ഈ നൂലാണ് അതിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്നത്. ആ സൗന്ദര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹാർമോണിയത്തിൻ്റെ പോലെ, ഒരു ഹാർമോണിയം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ആ രീതിയിലുള്ള സംഗീതത്തിൻ്റെ ക്രമീകരിച്ച് വെച്ചതാണ്. പല ഉപകരണങ്ങളും അത് വിവിധങ്ങളായ രീതിയിൽ ആലാപിക്കുന്നത് കൊണ്ടാണ് സുന്ദരമായ സംഗീതം ഉണ്ടാകുന്നത്. ഈ ലോകത്തിന് ഈ സുന്ദരമായ സംഗീതമാണ് സമാധാനം എത്തിക്കുക. വൈവിധ്യങ്ങൾ വേണം. അത് അമിതമായാൽ അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴേ പ്രശ്നമുള്ളൂ. ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണെന്നും കൂടി ചിന്തിക്കണം. ഞാൻ 2 വാക്കും അതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ധൈര്യപൂർവ്വം നിന്ന് പറയുന്നു, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന മതമാണ് ഇസ്ലാം മതം. ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിത്യേന 100-100ഓളം പേര് അറിയപ്പെടാതെ പത്രങ്ങളിൽ അടിച്ചു വരുന്നത് കൂടാതെ നിത്യേന 100ഓളം പേര് ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാം മതവിശ്വാസികൾ, സങ്കടത്തോട് പറയാണ്, സന്തോഷത്തോട്, RSSകാരനായ എൻ്റെ പേരിൽ ഒരു സന്തോഷമില്ല. RSSകാർ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ജനിച്ചവരൊന്നല്ല, അത് മറ്റൊരു കാര്യം. സങ്കടത്തോട് കൂടിയാണ് കൊന്നൊടുക്കുകയാണ് പരസ്പരം. ആരാധനാലയങ്ങളിൽ, വിശുദ്ധ മാസങ്ങളിൽ എല്ലാം സംഭവിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ തെറ്റിദ്ധരിക്കപ്പെട്ടിലേക്ക് നയിപ്പിച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ ആഗോളമായ ഗൂഢപദ്ധതികളുണ്ട്. ലോകത്ത് തീവ്രവാദം വളർന്നത് മുസ്ലിം ആളുടെ പേരിൽ മാത്രമോ ഖുറാനെ ദുരുപയോഗം ചെയ്തിട്ടാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല, അതിനെ പറയുന്നില്ല. അങ്ങനെ ഉണ്ട്. അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. താലിബാന്റെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തത് ആരായിരുന്നു? റഷ്യക്കെതിരെ പോരാടാൻ വേണ്ടി അമേരിക്കയായിരുന്നു താലിബാന്റെ കയ്യിൽ ആയുധവും പണവും വെച്ചു കൊടുത്തത്. ആ സോവിയറ്റ് യൂണിയനെ നശിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഡോക്ടർ നജീബുള്ളയുടെ ഭരണം തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹത്തിനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി, ഒരു രാഷ്ട്രത്തലവനെ. എന്നിട്ട് ആ നാട് നശിപ്പിച്ചു. അവസാനം ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലായപ്പോൾ ആ താലിബാൻ അവർ വീണ്ടും അമേരിക്കയ്ക്കെതിരായി. ഗൂഢപദ്ധതികളാണ് ലോകത്ത് നടക്കുന്നത്. അതിന് ഇസ്ലാം നിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ലോകത്ത്, മലയാളത്തിൽ പറയുന്നുണ്ട്, ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങുന്നു പറഞ്ഞിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് വലുത് പഠിക്കാൻ. നമുക്കറിയാം ഇറാഖിൻ്റെ അവസ്ഥ. സൗദി അറേബ്യ കടന്നാക്രമിച്ചത് കൊണ്ട് ആ ഇസ്ലാം എന്ന രാഷ്ട്രം, അതിൻ്റെ പേരിൽ അമേരിക്ക അവിടെ ഒന്ന് മുതലെടുത്തു. ആ ഇറാഖ് എന്ന രാഷ്ട്രം നശിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാനിൻ്റെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ. ലോകം മുഴുവൻ
അപരിഷ്കൃതമായ ജനവിഭാഗങ്ങളെ സ്നേഹത്തോടെ കാരുണ്യത്തിൻ്റെ തണലേൽകി അവർ കുളിര് നിറച്ച മഹാനായ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന് തന്നെ അവകാശപ്പെടുന്നവരാണ് ഈ ലോകത്ത് മുഴുവൻ ഈ ഭീകരവാദം നടത്തുന്നത്. വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അപരിഷ്കൃതരായ ഒരു ജനതയായിരുന്നു മണലാരണ്യങ്ങളിൽ ഗൾഫ് നാടുകളിൽ ഉണ്ടായിരുന്നത്. അവർ കച്ചവടക്കാരായിരുന്നു. അവർ ലോകത്ത് എല്ലായിടത്തും കച്ചവടത്തിന്. അവർ അന്ധവിശ്വാസികളായിരുന്നു. കാണുന്ന കല്ലുകളൊക്കെ എടുത്തിട്ട് അവർ അവിടെ ആരാധിക്കും. അവരെ കച്ചവടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരാധന. അതൊക്കെ അതൊക്കെ മാറ്റി വെക്കണം. അവരെ ഉത്ബോധനം ചെയ്ത് സ്നേഹത്തിൻ്റെയും ചില സമയങ്ങളിൽ കുറച്ചു കടന്ന പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ ഖുർആനും വായിച്ചിട്ടുണ്ട്, അതിന് വിമർശനങ്ങളും വായിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇപ്പോൾ നമ്മൾ മക്കളോട് പറയും, എടാ മോനെ വിളക്കി കളിക്കല്ലേ, അപ്പോൾ മോൻ പിന്നെയും കളിക്കും. എടാ മോനെ വിളക്കി കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നിൽ നമ്മൾ കൈ പിടിച്ചിട്ട് വിളക്കിലാണ് കാട്ടിക്കൊടുക്കും. അപ്പോഴാണ് മനസ്സിലാവുക ഇത് കൈ പൊള്ളുന്നതാണ്, തിരിക്കും, അല്ലെങ്കിൽ അവർ അടി കൊടുക്കും. ഇതേപോലെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത സമയത്ത് പ്രവാചകൻ കുറച്ച് കടുത്ത ഭാഷയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മുതലെടുക്കുന്നത്. അല്ലേ സത്യം? അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ്. ഈ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇസ്ലാമിൻ്റെ സ്ഥാനം ജനസംഖ്യ. പക്ഷേ ഏറ്റവും ദുരുപയോഗം ചെയ്യുന്നതും നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പലരും ഭയപ്പാടോടു കൂടിയാണ് വിമർശിക്കുന്നത്. ഇസ്ലാമിനുള്ളിലുള്ള ഉൽപ്പത്തിഷ്ണുക്കളായ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ പോലും, കാരണം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് സമുദായത്തിന് വിരുദ്ധമല്ലേ, അതെന്തെങ്കിലും പ്രശ്നങ്ങളാവുമെന്ന് ഇരുന്നിട്ട്. ലോകത്ത് ഇസ്ലാം നിലനിൽക്കണം. ഒരുപാട് ജനത, മുഴുവൻ ആൾക്കാരല്ലേ ഒരേപോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ ഒരുപാട് ജനതയെ സംസ്കാരത്തിലേക്കും സത്യവിശ്വാസം എന്നാണ്, സത്യമതം എന്നാണ് ഇസ്ലാമിനെ പറ്റിയിട്ട് ഇസ്ലാം തന്നെ പറയുന്നത്. സത്യം തന്നെയാണ്. ആ സത്യമതത്തെ ലോകത്ത് മുഴുവൻ വ്യാപിച്ച ആ മതം നിലനിൽക്കേണ്ടത് ഇസ്ലാമിൻ്റെ തന്നെ ആവശ്യമാണ്. ഭാവിയിൽ അതെന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കാണുന്ന ഗൾഫിൽ നിന്ന് ഈ വരുന്ന സാമ്പത്തിക ഒന്നും ഉണ്ടാവില്ല. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചാൽ ലോകത്ത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ഈ പെട്രോളിയം ഇന്ധനത്തിന് പകരം മറ്റൊരു ഇന്ധനം കണ്ടുപിടിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രസക്തി പോയി. ഇന്ന് ലോകം മുഴുവൻ ഗൾഫൊന്നും എന്താ പറയുക, അവരുടെ കൈകളിലല്ല, അത് വിദേശ രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ അവരുടെ കൈകളിൽ അവരെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. റഷ്യയും ചൈനയും ഒക്കെ അവർ തന്നെ ഇടം കൊടുത്തതായിരുന്നു. അറബിയിൽ തന്നെ പറയുന്നു ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയെന്ന്. അവിടെ നിന്നുള്ള കഥയാണ്. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആദ്യം തലവെക്കാൻ സ്ഥലം കൊടുത്തു. ഇന്ന് പാശ്ചാത്യ സംസ്കാരവും പാശ്ചാത്യ ആയുധങ്ങളും പാശ്ചാത്യമായ പണവും എല്ലാം പരീക്ഷണശാലകളാക്കിയിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ അവസ്ഥയാണ്. അവർ തന്നെ നിങ്ങളുടെ കയ്യിൽ ആയുധം വെച്ച് തന്നിട്ട് പിന്നെ നിങ്ങളെ അക്രമകാരികളാക്കിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ കൊല്ലുക. ആടിനെ പട്ടിയാക്കുക, പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ പേപ്പട്ടി എന്ന് പറഞ്ഞിട്ട് കൊല്ലുക. ഇതാണ് സംഭവിക്കുന്നത്. ഇത് തിരിച്ചറിയേണ്ടത് ഇസ്ലാമിക സമൂഹം തന്നെയാണ്. ലോകത്ത് ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടയാണ്. സാമ്പത്തികവും ആയുധങ്ങളും അതേപോലെ പുതിയ പരീക്ഷണങ്ങൾ. അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്ക് അവരുടെ സൈന്യത്തെ തീറ്റിപ്പോറ്റാൻ വലിയ പണച്ചെലവുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ചെലവിൽ, പാകിസ്ഥാൻ്റെ ചെലവിൽ, സൗദി അറേബ്യയുടെ ചെലവിൽ, സിറിയയുടെ ചെലവിൽ, ഇങ്ങനെ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളുടെ ചെലവിൽ അവരെ സൈന്യത്തെ തീറ്റിപ്പോറ്റാം. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാം. അവർക്ക് പരീക്ഷണങ്ങൾ നടത്താം. ആയുധങ്ങൾ മാത്രമല്ല, മരുന്നുകളും അതേപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പലതും. അതേപോലെ അവിടുന്ന് എണ്ണ ഊറ്റാം. ഇതെല്ലാം ലോക കമ്പോളത്തിൽ വിറ്റഴിക്കാൻ ഇസ്ലാമിൻ്റെ പേരിൽ, തീവ്രവാദത്തിൻ്റെ പേരിൽ അവർ നടക്കുന്നു. അതിൽ വീണു പോകുന്നു ഒരു വലിയ വിഭാഗം ജനങ്ങളും. അവരെ തീവ്രവാദികളെന്നോ ഭീകരന്മാരോ എന്ത് വേണേലും വിളിച്ചോളൂ. അവർ അത് സത്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഞാൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊന്നല്ല. നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. പല സമയത്തും വേദനയോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും പത്രം വായുമ്പോൾ അതിൻ്റെ ഈ പത്രത്തിൻ്റെ പുറകിലെ പേജിലാണ് വിദേശ കോളം ഉണ്ടാവുക. അതിൽ ഫ്രണ്ട് പേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുക വിദേശ ബാക്കിലെ പേജാവും. കാരണം പ്രധാന വാർത്തകൾ അവിടെയല്ലേ ഉണ്ടാവുക എന്നിരുന്നത്. അതിലും കാണാം ലോകത്തിന്. നമുക്കറിയാം ഇന്തോനേഷ്യയിൽ, സിറിയയിൽ, ഈജിപ്തിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, നിരവധി രാഷ്ട്രങ്ങളിൽ ഈ തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നത് എന്തുകൊണ്ടാണ്? തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്. ഈ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. അതിൻ്റെ സന്ദേശം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇതേപോലുള്ള ഈ സമ്മേളനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം പോലും ഈ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു നാടാണ്. അന്ന് വിഭജിക്കപ്പെട്ടു പോയ പാകിസ്ഥാൻ വിശുദ്ധിയുടെ നാട് എന്നാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നു.
ആ നാടിൽ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അന്ന് അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളും അന്നത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി ഇന്നുണ്ട്. പേരുകളും രൂപത്തിലും മാറ്റമില്ലാതെ മാറ്റമുള്ളതൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രമേയം പാസ്സാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടികളൊന്നും അവിടെ ഇല്ല. ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോയി. ആ നാട് ഇന്ന് അരാജകത്വത്തിലേക്കാണ്. നമ്മൾ അറിയുന്നതും കിട്ടുന്നതും വളരെ സെൻസർ ചെയ്ത കുറച്ച് വാർത്തകളും കുറച്ച് റിപ്പോർട്ടുകളാണ്. അതിലുപരിയായിട്ട് അവിടെ സംഘർഷങ്ങളുണ്ട്, പരസ്പര ജനങ്ങളുണ്ട്, ഷിയ സുന്നി പ്രശ്നങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ. അത് ഇതര മതവിഭാഗങ്ങൾക്കെതിരായിട്ടുണ്ട്. ക്രിസ്ത്യൻ ഹിന്ദു ജനസംഖ്യ വളരെ ഉയർന്ന തോതിലായിരുന്നു വിഭജന സമയത്ത്. ഇന്നത് 4% 2% ഉള്ളൂ. ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇതിന് ഭാരതത്തോട് യുദ്ധം ചെയ്യണമെന്നോ കാശ്മീരിൽ നുഴഞ്ഞു കയറണമെന്നോ ബോംബ് വെക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല. ഒരു പിടി തീവ്രവാദ ചിന്തകളുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ. ഇന്നും ഒരു പിടി തീവ്രവാദ ചിന്ത ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടുത്തെ ജനത ഇപ്പോൾ അവിടുത്തെ നമുക്കറിയാം, ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്, ഭാരത സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തെ. ആ സിന്ധു നദി ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. സംസ്കൃത ഭാഷയാണ് ഭാരതത്തിൻ്റെ വേദഭാഷ, അടിസ്ഥാന ഭാഷ എന്ന് പറഞ്ഞു. ആ സംസ്കൃതത്തിൻ്റെ സംസ്കൃതത്തിന് വ്യാകരണം രചിച്ച പാണിനി ജനിച്ചത് പാകിസ്ഥാനിലായിരുന്നു. അങ്ങനെ ഭാരതവുമായിട്ട് പൊക്കിൽ കൊടി ബന്ധമുള്ള ആ രാഷ്ട്രം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടു. ഇന്നോ അത് അരാജകത്വത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് മാതൃകയായിട്ട് പറയാൻ പറ്റുന്ന ഇസ്ലാമിക ഭരണകൂടങ്ങളില്ല. ഗൾഫ് നാടുകളിൽ അവിടുത്തെ സാമ്പത്തികമായ കഴിവുള്ളതിൻ്റെ പേരിൽ നല്ല രീതിയിൽ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്നല്ലേ അത് മാതൃകാപരമായ ഭരണമാണെന്നോ ജനങ്ങൾ നല്ല സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരന്മാർ വസിക്കുന്നത് ഭാരതത്തിലാണ്. ആ ഭാരതം ഹിന്ദു സംസ്കാരം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ ജനാധിപത്യവും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉള്ളത്. ഇവിടുത്തെ ഈ കലകളും സാഹിത്യങ്ങളും എല്ലാം ഉടലെടുത്തത് ഈ ഭാരതത്തിലാണ്. ഈ ഭാരതീയ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് നമുക്ക് സ്വീകരിക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാത്തതിൻ്റെയൊക്കെ ഭാഗവാക്കാണ്. നമുക്ക് ചിലപ്പോൾ ഗംഗ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഈ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പശു ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾക്ക് എതിരായിട്ടാണോ തെറ്റായിട്ടാണോ ചിന്തിക്കുന്നത്. പക്ഷേ ആയുർവേദം നമ്മളെല്ലാവരും സ്വീകരിക്കുന്നില്ലേ? ഹിന്ദുവിൻ്റെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഉപവിഭാഗമാണ് ആയുർവേദം. ആ ആയുർവേദം നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ വേഷം, നമ്മുടെ ഭക്ഷണ രീതി, ഇതൊക്കെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പുലർത്താൻ സാധിക്കും. അത് ഭാരതത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് ജനാധിപത്യം ഉള്ളത്. ഈ ജനാധിപത്യത്തിൻ്റെ ഇവിടെ നിലനിൽക്കുന്നതും ഹിന്ദു സംസ്കാരമാണ്. ആ ജനാധിപത്യവും നിലനിൽക്കണമെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കണമെങ്കിലും ഇവിടുത്തെ ഇതര മതവിഭാഗങ്ങളും സന്തോഷത്തോടും സ്നേഹത്തോടും കഴിയണമെങ്കിലും ഈ സംസ്കാരം നിലനിൽക്കണം. ഈ സംസ്കാരം എന്ന് നശിക്കുന്നുവോ അന്ന് ഈ ഭാരതം നശിക്കും. പിന്നെ സംഘർഷങ്ങളുടെ മരുഭൂമിയായി മാറിയിരുന്നു. അപ്പോൾ ഈ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ആവട്ടെ, നമ്മൾ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, പാഴ്സി ആവട്ടെ, ആരാവട്ടെ, പക്ഷെ നമ്മൾ ഭാരതീയരാണെന്ന് ചിന്തിക്കുക. ഈ ഭാരതമാണ് ലോകത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട നിരവധി മതവിഭാഗങ്ങൾക്ക് രണ്ടു കൈ നീട്ടി സ്വീകരിച്ചത്. ജൂതന്മാരെ ലോകത്ത് മുഴുവൻ ആട്ടി ഓടിച്ചപ്പോൾ ഭാരതത്തിൽ നമ്മുടെ കൊച്ചിയിലായിരുന്നു അവർക്ക് സ്വീകരിച്ചത്. അവർക്ക് പള്ളി വരെ ഉണ്ട് അവിടെ. പാഴ്സികളെ, ജൂതന്മാരെ, അങ്ങനെ നിരവധി വരെ. ഇസ്ലാം സന്ദേശം ഭാരതത്തിൽ വന്നപ്പോൾ അവർക്കും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഒരുപാട് കഷ്ടതകളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം സത്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ കുത്തി നോവിക്കാനോ വേദനിപ്പിക്കാൻ നിൽക്കാതെ അത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഞാൻ 2 മിനിറ്റ് മറ്റൊരു വിഷയം കൂടി ഞാൻ പറയണം എന്ന് വിചാരിച്ചെന്നെ വരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവർ നമ്മുടെ സദസ്സിലും വേദിയിലും ഞാൻ അവർ വന്നുകൊണ്ട് കുറ്റം പറയല്ല. നമ്മളൊക്കെ പറയും ആശംസ അർപ്പിക്കുന്നതും ഒന്നും നല്ല കാര്യമാണ്. പക്ഷേ ഒരു പിടി അവരുടെ സ്വന്തമായ സൗകര്യങ്ങൾ കിട്ടിയാൽ മതങ്ങളെയും മതസംസ്കാരത്തെയും മതസംഘടനകളൊക്കെയാണ് കുറ്റം പറയുന്നത്. സത്യമാണത് അവരുടെ വേദികളിൽ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് ഈ സംഘർഷങ്ങളിലൂടെയാണ്. ഒരു പിടി ആശുപത്രികളുടെ പരിപാടി പോലെയാണ്. ഞാൻ റൌഫ് മാഷോട് പറഞ്ഞിരുന്നു, ആശുപത്രികളുടെ ധർമ്മം എന്താ? ആശുപത്രികളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ രോഗം മാറ്റണം, ആ മനുഷ്യന് നല്ല ആരോഗ്യം കൊടുക്കണം. ഒരാൾ രോഗം, പക്ഷേ ആശുപത്രി നിലനിൽക്കണമെങ്കിലോ രോഗി വേണം. ഇതേ പോലെയാണ് അവർക്ക് അവർക്ക് ഈ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്രസക്തിയുള്ളൂ. പക്ഷേ മതത്തിൻ്റെ പ്രസക്തി രാഷ്ട്രീയ പാർട്ടികളിലല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളോ ഭരണാധികാരികളല്ല. ഈ ലോകത്തിന് ആവശ്യമാണ്. ഒറ്റ വാക്കും കൂടി പറഞ്ഞാൽ നിർത്തുന്നു. ലോകം ഇന്ന് വളരെ വലിയ പ്രതിസന്ധിയിലാണ്.
കമ്മ്യൂണിസവും മുതലാളിത്തവും ഒക്കെ ലോകത്ത് തരിപ്പണമായപ്പോൾ ലോക ജനത മറ്റൊരു ദർശനത്തിന് വേണ്ടിയിട്ട്, മറ്റൊരു ചിന്താധാരയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഉയരുകയാണ്. ഇന്ന് കാണുന്ന ഈ ആഗോള താപനം, മലിനീകരണം, സംഘർഷങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ഇതിലിടയ്ക്ക് ജനങ്ങൾ കിടന്നിട്ട് ഒരു ആശയദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ്. അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് സ്നേഹം നൽകാൻ ഇതേപോലുള്ള മത പണ്ഡിതന്മാർക്കും മത പ്രസ്ഥാനങ്ങൾക്കുമേ സാധിക്കുള്ളൂ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊന്നും ജനങ്ങളെ നന്നാക്കുന്നില്ല. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ നന്നാക്കുന്ന എത്ര കണ്ടുപിടുത്തങ്ങളുണ്ട്? മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരൊറ്റ ബട്ടൺ ഇട്ടാൽ മതി ഇന്ന് ലോകം മുഴുവൻ ഭസ്മമാക്കുന്ന കണ്ടുപിടുത്തങ്ങളാണുള്ളത്. പലതും പരീക്ഷിക്കുന്നു. രാസായുധങ്ങൾ മാത്രമല്ല, ജൈവ പരീക്ഷണങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ എല്ലാം മനുഷ്യനെയും പ്രകൃതിയെയും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യത്തെയും സ്നേഹത്തെയും ധർമ്മത്തെയും കുറിച്ച് അവനെ നല്ലവനാക്കുന്ന, അവനെ സന്മാർഗിയാക്കുന്ന, നേർവഴിയിലേക്ക് നയിക്കുന്ന ഈ മതസങ്കല്പങ്ങളും മതവിശ്വാസങ്ങളും ലോകത്ത് നിലനിൽക്കണം. എങ്കിലേ ഈ ലോകം നിലനിൽക്കൂ. അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് ഈ ലോകം നശിച്ചു പോകും. അപ്പോൾ ഈ മതങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിലനിൽപ്പിനാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഇസ്ലാം മതം സ്ഥാപിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണനും ബുദ്ധനും യേശുവും എല്ലാം പ്രയത്നിച്ചത്. അവരുടെ ധർമ്മം തന്നെ ഈ ലോകത്തിൽ അശാന്തിയും അധർമ്മവും നിലനിൽക്കുമ്പോൾ അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അവർ ചെയ്തു. ഈ ലോകത്തെ ഇനിയും നിരവധി പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തന്നെ ലോകത്തിൽ മനുഷ്യന് വേണ്ടി കണ്ടുപിടിച്ച് തന്നെ മനുഷ്യനെ നശിപ്പിക്കാനുള്ള ഒരുപാട് കുന്നോളം കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ധർമ്മത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ചിന്താപദ്ധതികളുടെ പ്രസക്തിയുണ്ട്. ഈ പ്രസക്തിയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരും. ഭാരതത്തിൻ്റെ കടമയാണ്. കവി ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ ഒരു കവിതയുണ്ട്, ബംഗാളി കവിത. ആ കവിതയും കൂടി ഞാനൊന്ന് വായിച്ചിട്ട് ഞാനിവിടെ നിർത്തുന്നു. എവിടെ ഹൃദയം നിർഭയമാകുന്നുവോ, ശിരസ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുവോ, വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നുവോ, സ്വാർത്ഥത്തിൻ്റെ സങ്കുചിത താല്പര്യങ്ങൾ ലോകം ചെറുകഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെടാതിരിക്കുന്നുവോ, വാക്കുകൾ സത്യത്തിൽ മാത്രം ഉദിക്കുന്നുവോ, കർമ്മങ്ങൾ പൂർണ്ണതയെ ഉപാസിക്കുന്നുവോ, യുക്തിബോധത്തിൻ്റെ നീരൊഴുക്ക് എവിടെ മതാചാരങ്ങളുടെ മരുഭൂമിയിൽ ചേർന്ന് വറ്റിപ്പോകാതിരിക്കുന്നുവോ, മനോരഥം നിത്യവികസ്തരമായ ചിന്താപദങ്ങളിലൂടെ നയിക്കപ്പെടുന്നുവോ, ആ വിശുദ്ധ സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വരാജ്യത്തിലേക്ക് ദൈവമേ എൻ്റെ നാട് ഉണരട്ടെ എന്ന്. നമ്മുടെ ഭാരതം എല്ലാവർക്കും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി മഹത്തായ പൂന്തോട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട്, അതൊന്നും ആർക്കും എതിരല്ല, എല്ലാം നിലനിർത്തലാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ബൈ ദ സ്റ്റഡി ഓഫ് ഡിഫറൻസ് റിലീജിയൻസ് വി ഫൈൻഡ് ദാറ്റ് ഇൻ എസെൻസ് ദേ ആർ വൺ. അനേകം മതങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നാം അറിയുന്നു എല്ലാറ്റിൻ്റെയും രുചി ഒന്നു തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. ഹിന്ദു മതവിശ്വാസിയായിരുന്നു. നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശം തന്നെയാണ് പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന്. അവനവൻ, ഞാൻ സ്വന്തം എൻ്റെ സുഖത്തിന് ആചരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും സുഖം കിട്ടണമെന്ന്. ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്നുണ്ട്. സ്വയം ആത്മാവിനോട് സ്വന്തമുള്ള ഉപദേശമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന്. ഇത് തന്നെയാണ് ഹിന്ദുവിൻ്റെയും പ്രാർത്ഥന. ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർവേ ബിസുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അതിൻ്റെ അർത്ഥത്തിലും എല്ലാവരും സുഖമുള്ളവരായി തീരട്ടെ, എല്ലാവരും ആരോഗ്യമുള്ളവരായി തീരട്ടെ, എല്ലാവരും മംഗളങ്ങൾ ദർശിക്കട്ടെ, ആർക്കും ദുഃഖമുണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്കെല്ലാവരും ഒരുമയോടുകൂടി പ്രവർത്തിക്കാൻ. ഇനിയും നല്ല നാളെയിൽ ഈ ഭാരതം 130 കോടി ജനങ്ങൾ ലോകത്തിന് മാതൃകയായി നിൽക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വിയർപ്പും അധ്വാനവും ഉണ്ടാവണമെന്നുള്ള സുന്ദരമായ ഒരു സ്വപ്നത്തോടു കൂടി നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജ ദൈവതം പദീം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമെഡിം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹമാണകില സാരമൊഴിയിൽ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ ഈ മാനവിക സൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വ്യത്യസ്ത ആദർശ സംഘടനകളെ പ്രദാനം ചെയ്യുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി കടത്തിണ്ണകളിൽ ഉച്ചഭാഷണികളുടെ ശബ്ദം കേൾക്കാവുന്ന അഷ്ടദിക്കുകളിൽ സാഗൂതം കാതുകൂർപ്പിച്ച് ഈ പ്രഭാഷണത്തെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള ബഹുമാന്യരെ, സഹൃദയരെ, ചിരൂരിനും ആലച്ചിയൂരിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന, പുറത്തൂരിനോട് ചേർന്ന് നിൽക്കുന്ന കാവിലക്കാട് എന്ന് പറയുന്ന മനോഹരമായ ഈ ഗ്രാമത്തിൽ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളും സന്നിഹിതരായിട്ടുള്ളത്. മതസൗഹാർദ്ദ സമ്മേളനം എന്നത് ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ പദത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദം മാനവ സൗഹാർദ്ദ സമ്മേളനം. ശ്രീനാരായണ ഗുരു ആലുവയിലെ മത സൗഹാർദ്ദ സമ്മേളനത്തിൽ, മാനവിക സൗഹാർദ്ദ സമ്മേളനത്തിൽ
അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ച മനോഹരമായ ഒരു സംഗതി, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ. ആ വാക്ക് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ തടിച്ചുകൂടിയ ഈ പുരുഷാരം ഗൗരവമായ പഠനാർഹമായ ഒരു ചർച്ചയ്ക്ക് ചെവി കൊടുക്കാനാണ് വന്നത് എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം മുതൽ അവസാനം നടന്ന ബാബുവേട്ടന്റെ പ്രസംഗം വരെയുള്ള പ്രസംഗങ്ങൾക്ക് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു, കേട്ടു, മനസ്സിലാക്കി. ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം പോസ്റ്ററുകളിൽ നിങ്ങൾ കണ്ട പോലെ, ബാനറുകളിൽ നിങ്ങൾ കണ്ട പോലെ, നോട്ടീസിൽ നിങ്ങൾ കണ്ട പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതാണ്. എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ആധുനിക ലോകത്തിന്റെ സ്പന്ദനങ്ങളെ ആവാഹിച്ചെടുത്ത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത് എന്നത് സാഗൂതമായ കാതുർക്കലുകളുടെയും ശ്രദ്ധകളുടെയും ശാന്തമായി ഇടനായികകളിലെ കാലൊച്ചകളിൽ എവിടെയോ ഇന്നലകളിൽ നാം നമ്മുടെ മനസ്സിൽ പേറിയ ദുഃഖങ്ങൾക്കുള്ള ഒരു നിവാരണമായി ഈ പ്രഭാഷണം ഉപകരിക്കുമാറാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട്, ഈ ലോകത്തിന്റെ അതിശാധികാരിയോട്, അളവറ്റ ദയാപരനായ പരമകാരുണ്യകനായ അണ്ടകടാഹത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദീദീപികനോട്, വിരാട് പുരുഷനോട്, ഹിരണ്യഗർഭനോട്, ഈ പ്രപഞ്ചത്തിന്റെ യഹോവയോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനാമൃതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാബേട്ടൻ വിചാരിച്ച പോലെ ഒരു പ്രസംഗവും അതിനൊരു മറുപടിയും എന്നതിവിടെയില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, വാദിക്കാനും ജയിക്കാനും ഈ സദസ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ശങ്കരാചാര്യരെ സംബന്ധിച്ച് പറയുന്നിടത്ത് ബുദ്ധവിഹാരങ്ങളിൽ ജീവിക്കുന്ന ബുദ്ധന്മാരായ ആളുകൾ ശങ്കരാചാര്യർ വരുന്നു എന്നറിഞ്ഞാൽ ഓടി അകലുമായിരുന്നു, അദ്ദേഹത്തിന്റെ വാദപ്രതിവാദത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്ന് ഗ്രന്ഥങ്ങളിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിന് വാദപ്രതിവാദം എന്നും ഉപകാരപ്പെടണം പെട്ടിട്ടുണ്ട്. ന്യായമായ ആരോഗ്യദായകമായ വാദപ്രതിവാദങ്ങൾ. ലോകത്ത് ഒരുപാട് ദർശനങ്ങൾ നിലനിൽക്കുന്നു. അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് സ്വാമി വിവേകാനന്ദന് ഒരു സ്വീകരണം നൽകിയിരുന്നു കൽക്കട്ടയിൽ. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടന്നു പോകുന്നില്ലേ. സ്വാമിജി അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വമ്പിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രത്തിലെ ധന്യമായ മുഹൂർത്തം ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പറഞ്ഞ വളരെ പ്രധാനമായ ഒന്ന്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിലെ ജനങ്ങളെ സ്വന്തം സഹോദരനായി സഹോദരിമാരായി കാണാൻ കഴിഞ്ഞത് ഈ ഭാരതം സഹസ്രാബ്ദങ്ങളായി കാത്തു സൂക്ഷിച്ച ഒരു മഹത്തായ സംസ്കാരത്തിന്റെ പൈതൃകമാണ്. അതെന്താണ്? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന വിശാലമായ ഉജ്ജ്വലമായ ഒരാദർശമായി, ഒരാശയമായി. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നിങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാകുന്നു. രാജ്യം എവിടെയായാലും ലോകം എവിടെയായാലും അവാന്തര വിഭാഗങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അടിസ്ഥാനപരമായി നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാകുന്നു എന്നതാണ് വളരെ പ്രധാനമായി അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളിലൊന്ന്, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള ഒരു രാജ്യം, അതാണ് നമ്മുടെ ഇന്ത്യ. സഹോദരങ്ങളെ, ഗൗരവമായ ചില പഠനങ്ങൾ സമയത്തിന്റെയും സാഹചര്യത്തിന്റെയും കാലാവസ്ഥയുടെയും
ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ വിമർശനങ്ങൾ നല്ലതാണ്, രചനാപരമായി. അതുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അതുപോലെ മതങ്ങളെ സംബന്ധിച്ച് ന്യായമായ അഭിപ്രായം പറയാൻ അല്പം ദീർഘമായി എൻ്റെ പ്രിയപ്പെട്ട ബാബുവേട്ടനെ, എൻ്റെ സഹോദരനെ നമ്മുടെ സമയം കൂടുതൽ നൽകിയിട്ടുള്ളത്. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുള്ള ആളുകൾ ഈ നാടുകളിലുണ്ട്. ലോകത്ത് പല ദർശനങ്ങളെ കുറിച്ചും തെറ്റിദ്ധാരണകളുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിനോട് ഒരിക്കലൊരു വനിത ഒരു വൻ സദസ്സിൽ വെച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ മീശയോടും വെറുപ്പാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, സഹോദരി, ഞാനുമായും എന്റെ മീശയുമായും ബന്ധപ്പെടാൻ സൗഭാഗ്യം കിട്ടാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ട് വളരെ കാതലായ ചില കാര്യങ്ങൾ ദേശീയ അതുപോലെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, ഭാഷകൾക്കപ്പുറത്ത്, അതുപോലെ അവനവന്റെ ചിന്തകൾക്കപ്പുറത്ത് എല്ലാം ചില സുപ്രധാനമായ കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്നു, നമ്മളൊക്കെ പട്ടികളെ പോലെ, നായയെ പോലെ, മൃഗങ്ങളെ പോലെ ഈ ഭൂമിയിൽ ചത്തൊടുങ്ങാനുള്ളതാണോ അല്ലേ? അത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട പോയിന്റുകളിൽ ഒന്നാണ്. മനുഷ്യൻ മരണത്തോടുകൂടി അവസാനിക്കുന്നു. മനുഷ്യന്റെ മരണം ശാശ്വതമായ ഭൂമിയിലെ ലയനമാണോ? ഒരിക്കലും അതിജയിക്കാനാവാത്ത ലയനമാണോ? അല്ല, മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമോ? അവനെ പടച്ച തമ്പുരാൻ പുനഃസൃഷ്ടിക്കുമോ? മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ന്യായാന്യായങ്ങൾ വിചാരണ ചെയ്യുമോ? പ്രബല മതങ്ങൾ എന്തു പറയുന്നു? ലോകത്തെ പ്രബലമായ മതങ്ങൾ, വിശ്വോത്തരങ്ങളായ മതങ്ങൾ, ലോകത്തെ മതങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ എല്ലാം എന്തു പറയുന്നു? ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവം 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയിൽ, ആ ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായി അതിന്റെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഹദോവ പ്രാപ്സസി സ്വർഗം ജിദോവ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ സ്വർഗത്തിലാണെത്തുക. ഹദോവ പ്രാപ്സസി സ്വർഗം, സ്വർഗത്തിലാ നീ പ്രാപിക്കുക. ഗീതയിലുള്ള വാചകമാണ്. അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിരുന്നുവല്ലോ. ആ വിശ്വാസം എവിടെ? ദൈവവിശ്വാസം. എല്ലാവരും എവിടെ? ദൈവത്തെ നിരാകരിച്ചവരുണ്ട്, ദൈവത്തെ അംഗീകരിച്ചവരുണ്ട്. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന സെക്കുലർ സ്റ്റേറ്റിന്റെ പ്രാധാന്യം. കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയുടെ, വൈവിധ്യത്തിലെ ഏകത്വം നിലനിർത്തുന്ന മനോഹരമായ ഒരു ബൊക്കയിലെ പുഷ്പങ്ങളെ പോലെ, ഒരു ചരടിലെ കോർത്ത മുത്തുമണികളെ പോലെ ഈ രാജ്യം എന്നും ഒരു അതിമനസ്സായി നിലനിന്നു എന്നത് ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. സഹോദരങ്ങളെ, ആ രാജ്യത്ത് വളരെ ഗൗരവമായി തന്നെ മതം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിൽ. മതം എന്താണ്? മതം എന്താണ്? മനുഷ്യൻ, ജാതീയത, ജാതി വ്യവസ്ഥകൾ, അതുണ്ടാക്കിയ തീരാത്ത ശാപങ്ങൾ, പാപക്കറകൾ, അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ എന്ന് കുമാരനാശാൻ പാടിയപ്പോൾ സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങിമറിയലാം എന്ന് പാടി ആസ്വദിക്കുകയായിരുന്നു, ആശ്വസിക്കുകയായിരുന്നു മറുഭാഗത്തുള്ള കവികളും ആളുകളും. ഈ രാജ്യം അനുഭവിച്ചു പോന്ന ഒരുപാട് നൊമ്പരങ്ങൾ, ലോകാടിസ്ഥാനത്തിൽ മനുഷ്യരനുഭവിച്ചു പോന്ന ഒരുപാട് നൊമ്പരങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെതായി പറയപ്പെടുന്നതാണല്ലോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു ഇത് പറയാനുള്ള കോണ്ടക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം എന്താണ്, അത് പറയാനുള്ള സാഹചര്യം എന്താണ്, വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒന്നാണ്. കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്